അല്ല, മിഥുൻ ലക്ഷ്മി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീമുണ്ട്. കണ്ടിട്ടുണ്ടോ? മർദ്ദാനം കണ്ടിട്ടുണ്ടോ? മിഥുൻ ലക്ഷ്മി അവരാണ് പാടിയതെന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ. അതാണ് അതിന് ശേഷം ഒരു എന്ന് കാണിക്കാം. ഭാര്യയും ഭർത്താവും കൂടി ഉള്ള ഒരു പാട്ടാണ്. நம்ம ஊருக்குள்ள உங்களை ஏசுறாக ஒன்னு ரெண்டு சொல்லி பேசுறாக சின்ன புள்ள செவந்த புள்ள செவந்த புள்ள யாரு யாரு என்ன ஏசுனாங்க என்ன என்ன சொல்லி பேசுறாங்க யாரு யாரு என்ன பேசுனாங்க என்ன என்ன சொல்லி ஏசுனாங்க. ഇതാണ് വെള്ളിയാഴ്ച ഭാര്യ കയറ്റി ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇതിനേക്കാളും ഏതാണെന്നറിയോ അവിടെ കറക്റ്റായിട്ട് മാച്ചാണ്. കിലുക്കത്തിലെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഒരു രീതിയിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പൊ ഇവരാണ് ആദ്യം പാടിയത്. പിന്നെ ഞാൻ സിനിമ പാട്ട് കേൾക്കുന്നത്. സിനിമയല്ല, അത് അവര് ഇപ്പൊ സിനിമയിൽ വന്നു, ചാർലി ചാപ്ലിൻ 2 വന്നു. അത് പക്ഷേ മറ്റേ വിജയ് ടിവിയുടെ സ്റ്റാർ വിജയുടെ സൂപ്പർ സിംഗറിൽ അവര് പെർഫോം ചെയ്തിട്ട് അന്ന് AR റഹ്മാൻ അവിടെ നിന്ന്, AR റഹ്മാൻ ഉണ്ടായിരുന്നപ്പോ AR റഹ്മാൻ ആ പാട്ടിനെ ഏറ്റുപിടിച്ച് പാടിയത് കണ്ടിരുന്നു. ആ വിഷയം കണ്ടിട്ടുണ്ടോ? AR റഹ്മാൻ അവിടെ ഇരുന്ന് ഈ പാട്ടിനെ മാറ്റി വേറെ രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു. ആ ലെവലിലുള്ളതൊക്കെയാണ് മിഥുൻ പാടിയേക്കണത്. ഒന്ന് ഓർത്തു നോക്ക്. ഓക്കെ, അത് നന്നായിരുന്നു കേട്ടോ. നല്ല ചർച്ചയുണ്ട്. ഇനി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത് തുടക്കമായിട്ട് വെക്കുക. ഇതൊരു ഫസ്റ്റ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ രണ്ടുപേരും വെച്ചുള്ളത്. ഇനി CDs-ഉം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചുള്ളത് ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷറഫേ, ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേട്ടത്, ഇപ്പോഴാണ് കേട്ടത്. നിങ്ങൾ ആദ്യം പാടി തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഹൈവേ സിനിമയിൽ നൂറൻ സിസ്റ്റേഴ്സ് ഒരു പത്താക്ക ഗുഡി എന്ന് പറഞ്ഞിട്ട് സോങ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് പാടി കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇനിയും എന്താ പറയുക, റഹ്മാൻ സാറിനെ പോലുള്ളവരുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അടിപൊളിയായിരുന്നു മക്കളെ, നന്നായിരുന്നു കേട്ടാ, അടിപൊളിയായിരുന്നു. കലാമണ്ഡലത്തിൽ പഠിക്കണല്ലേ? അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ഈ പ്രകടനത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ആദ്യം പാടിയ പാട്ടും അവസാനം പാടിയ 3 പാട്ടുകളും വളരെ മനോഹരമായിരുന്നു. ബിജു കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലേ? കലാഭവൻ കലാമണ്ഡലം ബിജു എന്ന് വിളിച്ചോണ്ടിരുന്ന ഡാൻസിൽ പേരിട്ട് തിരിച്ചല്ലേ? പേര് മാറ്റിയിട്ടാണ് വിട്ടത്. കലാമണ്ഡലം കഥകളിയായിരുന്നു ആദ്യം പുള്ളി. തിരിട്ടോന്ന് ഞാനിട്ടാണ്, മറ്റേ ചവിട്ടാളക്കാരനായിരുന്നു. നമുക്കൊരു പേരിടുമ്പോ നമ്മൊരു പേര് കൊടുക്കണ്ടേ? എന്തായാലും ഇതൊക്കെ തമാശയുണ്ട് മക്കളെ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാട്ട് നീ ശരിക്കും അഭിനയിച്ചെന്നെ പാടിയതല്ലേ? എനിക്ക് തോന്നിയത് ഒരു വേലിക്ക് അപ്പുറം ഇപ്പുറം നിന്നിട്ട് പെണ്ണുങ്ങൾ പരദൂഷണം പറയൂലേ, അതേപോലെയാണ് എനിക്ക് ചിന്നമാച്ച തോന്നിയേട്ടാ. ഒരു തമാശ രീതി പറഞ്ഞേണ്ടത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നന്നായിട്ട് പാടുക, പഠിക്കുക കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹൃദയ, അതുല്യ രണ്ടുപേരും ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ്. നല്ല പാട്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും. നമുക്ക് ഈ പാട്ട് പാടുന്നതിലുപരി ആൾക്കാർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വേണ്ടത്. അപ്പം നമുക്കറിയാം, പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നല്ല കഥാപാത്രമാണ് ഷറഫുദ്ദീൻ്റെ ആ കഥാപാത്രം. ആ പേരിപ്പോഴും മാറിയിട്ടില്ലല്ലേ? ഗിരിരാജൻ കോഴി എന്നാണല്ലേ പല ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നത് അല്ലേ?